ചേച്ചി കൂടെ വരാന്? ടീച്ചർക്ക് എന്താ സുഖം വയ്യാൻ തോന്നി. എന്നാ പിന്നെ ആടെ എന്തോ പണിയുണ്ട്, ഞാൻ പോയട്ടെ. കുറെ ആളുണ്ടായിനോ? ഇഷ്ടംപോലെ ആളുണ്ടാണ്. അച്ഛമ്മ പുതിയ വീട്ടില് അച്ഛമ്മക്ക് ഒരു മുറി ഉണ്ടല്ലോ. വലിയ വീടാണോ? താഴെ 2 റൂമ്, മോളില് 2 റൂമ്. പിന്നെന്തല്ലോ വലിയ കട്ടിലും വലിയ പോലത്തെ കളിക്കുമുണ്ട്. അവിടെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങാട്ടോ. അച്ഛമ്മ വരൂലേ? പിന്നെ വരാതെന്താ? അച്ഛമ്മന്റെ കുട്ടികളുടെ അടുത്തല്ലേ അച്ഛമ്മ ഉണ്ടാവുക? മോളെ ഇനി ഇവിടെ എത്തിയോ? അച്ഛമ്മേനോട്ടെ ഒന്ന് അങ്ങോട്ട് എണീച്ചു ഉത്തരി. നമ്മളെ അച്ഛമ്മേനെ ഒന്ന് ഓർത്തിക്കെടുത്ത ഒന്നും കൂടി നോന്നിരിക്കും അമ്മേ. എടുത്തിട്ട് മോളെ അമ്മേ, ഞങ്ങള് പുതിയ വീട്ടിൽ പോയി വരികയാണ്. ഞായറാഴ്ച നമ്മളെ കൂടെ. അപ്പൊ ഈ വീട് നമുക്ക് അടിച്ചു കൊടുക്കാൻ നമ്മള് സരോനിയത്തിന് ഏൽപ്പിക്കാം. അല്ലെങ്കിലും നമുക്ക് ഇതാക്കിയ വാടക കൊടുക്കേ. മോനെ അമ്മേ, ഞാനിപ്പോ വരാം അമ്മേ. അമ്മേ നേരെ കളിക്കോട്ടെ. നോക്കണേ മോളെ മെല്ല. ഞാൻ വരാമേ. എന്താ ഒരു അമ്മ സ്നേഹം. ഇനിയിപ്പോ തലേനെ കൂടി അങ്ങോട്ട് എഴുന്നള്ളിക്കാനായിരിക്കും. എന്തിനാ വെച്ചാ കുട്ടി അടിക്കുന്നത്? ഇന്റെ അമ്മയാ. അമ്മേനെ ഒറ്റ കിട്ടിച്ച് ഞാൻ അങ്ങോട്ട് വരില്ല. വേണ്ട, അമ്മേനെ കെട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ കടന്ന ഒരു 6 മാസം അച്ഛനെ നോക്കി കണക്കും പറഞ്ഞ് പങ്കാളിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടാ. നിഷേ, ഇനി എല്ലാരും അമ്മേനെ നോക്കുന്നേ മീനാക്ഷി അല്ലേ? വീരയാണെങ്കിൽ 6 മാസം കൊണ്ടുപോയി നന്നായി നോക്കിയിട്ടുണ്ട്. നോക്കിയാ കഥയൊന്നും പറയണ്ട, കൊണ്ടുപോയി കൊന്നതല്ലേ. നിഷേ, എന്റെ അച്ഛൻ നെഞ്ചു പൊട്ടിയാ മരിച്ചേ. അത് നീ കാരണം. കൂടുതലൊന്നും നിന്നോട് പറയിപ്പിക്കണ്ട. എന്തായി മാഷേ? മീനാക്ഷിയെ രോഗിനെ നോക്കാൻ വന്നതാണെങ്കിൽ രോഗിനെ നോക്കിയാൽ മതി, കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. മീനാക്ഷിയെ, അമ്മയ്ക്കുള്ള കഞ്ഞിയാണത്. ഇങ്ങനെ ഞാൻ കൊടുക്കാം. അമ്മേ, ഇത്ര കഞ്ഞി കുടിച്ചോളി. ഇപ്പൊ വേണ്ട മോനെ. മീനാക്ഷിയെ, അമ്മ 100 നിൽക്കണോ? വേണ്ട മോനെ, അമ്മ അങ്ങോട്ട് വരുന്നില്ല. അച്ഛൻ പടിയല്ലേ ഉറങ്ങുന്നത്. മോന് അമ്മേന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. മീനാക്ഷേ, എനിക്കൊന്ന് മൂത്രം വയ്ക്കണം. ഇത്തിരി കഞ്ഞിടിച്ചൂടാനോ? മതിയായി. അച്ഛനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മേനെ ഇവിടെ കൊണ്ടുപോയാല് രണ്ടാള് നോക്കുകയാണ്. സാമ്പത്തിക സ്ഥിതി എനക്കില്ല. എന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാവുന്നതല്ല. മൂപ്പറാണെ മുൾ കൂടിയാണ്. അതിന്റെ കുഴപ്പം ഞാളതല്ലോ. കള്ളുടി മറുപടി ഇറങ്ങി പോകുമ്പോ ഇനി ഓർമ്മിക്കണ്ടെന്നാ. പിന്നെ ഒരു മോനുണ്ട്, അതിന്റെ ബാക്കി. എന്തിനാ നിഷേ കാട് കയറുന്നേ? വന്ന കാര്യം പറയും. ബീരെ, അച്ഛൻ ഇനി കൊണ്ടുപോയിക്കോ, അമ്മേനെ ഞാൻ നോക്കിക്കോളാം. എന്നാലേ മോളെ കാര്യങ്ങള് ഭംഗിയായി സത്യം ചെയ്യൂടാ. ഇനി എന്താ വേണോ? വേണ്ട സരോനെ, ഇനി പോയിക്കോ. മാഷേ, മരുന്നേ വെച്ചിരിക്കോ? നേരത്തിനെടുത്ത് കുടിക്കണേ. പിന്നെ നിങ്ങള് തേക്കുന്ന വെളിച്ചെണ്ണ ഞാൻ ഇതിൽ വെച്ചിണ്ടേ. ടീച്ചറെ, നമ്മള് കല്യാണം കഴിച്ചു വന്ന ആദ്യ ദിവസം ടീച്ചർക്ക് ഓർമ്മയുണ്ടോ? അതെങ്ങനെ മറക്കാനാ മാഷേ? എന്ത് ചെയ്യാനാ, മക്കൾ എടുക്കുന്ന തീരുമാനം അങ്ങോട്ട് അനുസരിക്കുക അന്നെ. അതെ, ഇത്രയും കാലത്തിന്റെ അടുക്ക് നമ്മൾ ഇതുവരെ
മാറി നിന്നിട്ടില്ലല്ലോ. എന്ത് ചെയ്യാം, പ്രായമായില്ലേ? റെഡി ആയില്ലേ? ആ പോവാ മോളെ. എന്നോട് നോക്കണേ അച്ഛനെ. മോന് പണി കിട്ടി, അതൊരു വലിയ സന്തോഷം തന്നെ. ഇനി ഓനെ കൊണ്ടൊരു കല്യാണം കഴിക്കണം. ആടെ നിൽക്കി മാഷേ. ഓളെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് ഓലെ രണ്ടാളെയും കൂടി കല്യാണം ഒരുമിച്ച് കേമായിട്ട് നടത്താം. അതൊക്കെ ശരിയാ, നല്ലൊരു മഴയോടെ കിട്ടിയാൽ മതിയാലും പറ്റും അല്ലേ? അതൊക്കെ കിട്ടും മാഷേ. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന്. അതെ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ. അതെ ശരിയാ ടീച്ചർ പറഞ്ഞേ. എന്നിട്ട് ഇന്നൊരു സ്വസ്ഥായിട്ട് ഇമ്പൊക്കെ വരുന്ന് ഇരിക്കണ പല സ്ഥലങ്ങളിലും പോകാനുണ്ട് ഇല്ലേ ടീച്ചറെ? പോണ്ട. മോനെ പനി കുറവുണ്ടോ? മോനെ ഓള് വരുന്നതിനടുത്ത് അച്ഛൻ ഉണ്ണി തോന്നിയിരിക്കും. അച്ഛന്റെ ഫോൺ കൊടുക്ക്. ആ ഹലോ മാഷേ, ആ നിങ്ങളിന്ന് കാണണം. ഇല്ലെങ്കിൽ ഞാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ. മക്കള് പ്രശ്നം ഉണ്ടാക്കൂലേ? നാളെ ഒക്കെ ഒരു കല്യാണത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരും. എനിക്ക് എന്നെ കാണാണ്ട് ഒരു ദിവസം നിൽക്കാനാകില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഒരുമിച്ച് ജീവിക്കാനാകില്ലെങ്കിൽ ഒരുമിച്ച് മരിച്ചാൽ നമുക്ക്. ഈ കൂവള്ളി റോഡുമേലേക്ക് വന്നാ മതി. എങ്ങോട്ടാ? ഞാൻ വരാം മാഷേ. മോളെ, ഹലോ മീനെ, അമ്മ അങ്ങോട്ട് വന്നിക്കോ? അത് വേണ്ടേ, നാട്ടുകാർ അറിയൂ. ഇങ്ങനെ ഒരു ഗതികെട്ടാനായിപ്പോയല്ലോ ഞാൻ. ഇന്ന് ഗുളിക കുടിച്ചീനോ? ഞാൻ എന്ത് കഴിക്കാൻ? നിന്നെ കാണാണ്ടായപ്പോ മുതലുള്ള വേദനയാ മനസ്സിന്. ഒന്നും കഴിച്ചിട്ടില്ല. മരുന്നൊക്കെ ആരെ എടുത്തു തരാനാ? മരുന്ന് നമുക്കാരെയും തരണ്ടേ? നീ ഇല്ലാണ്ട് ഒന്നും നടക്കുന്നില്ല. നല്ലോണം മെരിഞ്ഞു കഴിച്ചോ. എന്ത് ചെയ്യാനാ, ഇവിടെ വിധി ഇങ്ങനെ ആയിപ്പോയില്ലേ. രണ്ടു കഥ പോന്നാ. ഇതെന്ത് പണി അമ്മേ കാണിച്ചേ? മനുഷ്യനെ സ്വീപ്പാക്കാൻ. ഹലോ ഹലോ ഏട്ടാ, അച്ഛനും അമ്മയുണ്ട് കൂമള്ളി റോഡുമേല്. ഒന്ന് വേഗം വാ. ആണോ? ഞാനിപ്പോ വരെ പോയാലേ കണ്ടാ? കണ്ടോ? കൂമണ്ടി റോഡ് തന്നെ. ഞാനിപ്പോ വരാം. ഞാനും വരുന്നുണ്ട്. ഏട്ടൻ വരുന്നുണ്ട്.
എന്താ രണ്ടാളും 18 വയസ്സുള്ള കാമുകന്മാരെന്നാ വിചാരം? ഒളിച്ചോടാൻ പോന്നാ? എന്താണ് അച്ഛാ? മോനെ, ഞാൻ അമ്മേനെയും കൂട്ടി അങ്ങോട്ട് വരട്ടെ. അമ്മയല്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാനാവില്ല. അല്ലെങ്കിൽ നീ ഞങ്ങൾ ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് ചാക്ക്, അവിടെ ജീവിച്ചോളാം ഞങ്ങൾ രണ്ടുപേരും. വിഷേ അച്ഛനെ അമ്മക്ക് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. വിഷേ വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാനും മോളും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. വീനെ, അച്ഛനെയും കൊണ്ട് ഇങ്ങി പോയിക്കോ, ബാക്കിയുള്ള കാര്യം പിന്നെ സംസാരിക്കാം. ഓ, കയ്യൊന്ന് വിട്ടൂടെ? അച്ഛൻ എന്ത് കരച്ചിലാച്ചാ? അച്ചാച്ചൻ എങ്ങ് കൂട്ടേനു. അതിന് എന്റെ അമ്മ സമ്മതിക്കണ്ടേ മോളെ? അച്ഛനാണെന്ന് കരഞ്ഞു പോകുമ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോയിക്കും മോളെ. ഓ, എന്താ അമ്മ അച്ഛനോ സ്നേഹം. ഹലോ വീരെ, എന്തേ അച്ഛൻ എന്ത് പറ്റി മോളെ? നെഞ്ചുവേനയോ? എന്റെ മനുഷ്യനെന്താ പറ്റിയ മോനെ? അമ്മ അച്ഛൻ പോയി. ഞങ്ങളെല്ലാരും കൂടി എന്റെ മാഷ കൊന്നില്ലേ? അമ്മേനെ നോക്കാൻ ഒരാള് വരുന്ന നിന്റെ അടുത്ത്. മോളിപ്പോ വരും നിഷേ. എന്നെ കൊണ്ട് ഇനി അമ്മേനെ നോക്കാൻ പറ്റൂലേ? ആ ഓളല്ലേ വരുന്നേ? എന്താ ഇതിന്റെ പേര്? മീനാക്ഷി. ഇതേ അമ്മേന്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്ക്. നല്ലോണം നിന്നാല് എനിക്ക് നല്ലത്. വാ. ആ, അമ്മ എന്താ കണ്ണും തുറന്നു സ്വപ്നം കാണുന്ന? മോളോ? എണീച്ചിരിക്കമ്മേ. മാനും ഉണ്ടല്ലേ? മാമന്റെ കൂടലിന് വന്നതായിരിക്കും. അമ്മമ്മേനൊന്ന് കാണാൻ ഇത്ര കാലായിട്ട് ഓനൊന്നും വന്നില്ലല്ലോ. ഇന്നലെ അമ്മ നാട്ടിലെത്തിയേ. ഞങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സുഖമില്ലാണെന്ന് പറഞ്ഞാൽ അവൻ വരത്തില്ല. പിന്നെ അല്ലേ പഠിപ്പോട് പഠിപ്പാണ്. അമ്മ മീനാക്ഷി എവിടെ പോയി? ഓൾ അടുക്കളയിൽ എവിടെ ഉണ്ടാവും. എന്നാ ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെ. അമ്മക്ക് കിടക്കണം. വേണ്ട, ഞാൻ കുറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടോളെ. കടം കൊണ്ട് വെക്കണം. ഓൻ ഇവിടെ ഇരിക്കേ. ഇതെനിക്ക് തരുമോ അമ്മേ? എന്തിനാ? ഫീസ് അടയ്ക്കാൻ. നമ്മളെ ഇത് അമ്മേനോടൊന്നും പറയണ്ട, ഈ ട്യൂഷന്റെ ഫീസ് അടയ്ക്കാൻ. എന്നെ അമ്മ മനു അവിടെ പോയി. ഓൻ പോയി മോളെ, കൊറേ നേരമായി പോയിട്ട്. എന്നാ ഞാനും പോട്ടെ, ചക്കന് ദേഷ്യം പിടിക്കും. ഞാനൊന്ന് കുളിക്കട്ടെ, നിങ്ങളതൊന്ന് ആറിയിടണേ. എന്തായാലും ഇനി കുളിക്കുന്നത് മനു ഫോണിൽ. കഞ്ഞി കുടിക്കട്ടെ? എന്താപ്പത്? എന്താ പറ്റി?
കഞ്ഞി കുടിക്കുക. എന്താ സരോജിനി ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. ഇത് കണ്ടോ, എന്താ ഇതിങ്ങനെ? ഒന്ന് മാഷോട് പറയണം, ഇങ്ങനെയൊന്നും ഉണ്ടാവാത്ത. ഒന്ന് ടീച്ചറോട് പോകുമ്പോ പറയോ? ഞാൻ ഒന്ന് തിരുമ്പി വെച്ചാന്ന് ടീച്ചറെ നോക്കണേ. പിന്നെ ഈ ടീച്ചറെ മക്കളോടൊന്നും ഇത് പറയാൻ നിക്കണ്ട. അല്ല സരോനേച്ചി, നിങ്ങൾ ഇവിടുത്തെ പണിക്കാരാ, നമുക്ക് ഇതൊന്നും പറയാൻ പറ്റൂല. വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കണ്ടേ? ഇത് ഡോക്ടറെ കാണിക്കേണ്ടതല്ല. പിന്നെ ഇവിടുത്തെ ചെക്കനില്ലേ അമ്മാനു, ഓൻ ചെയ്ത് കൂട്ടിയ കാര്യമായത്. എന്തെന്നാ സരോനേച്ചി പറയുന്നത്? ഇവളിത് ആരോടും പറഞ്ഞാല് കുറ്റം മുഴുവൻ നമ്മക്കായിരിക്കും. മീനാക്ഷി, ചെക്കൻ്റെ ആരാ ടീച്ചർ? മീനാക്ഷി, മീനാക്ഷി ഇരിക്കേ. പണിയെല്ലാം കഴിഞ്ഞാ? ഞാൻ ടീച്ചർക്ക് ചായ ഉണ്ടാക്കിയതാ. ഒരു ഗ്ലാസ് വേണ്ട. എന്തൊക്കെ ഒരു മനസ്സമാധാനം ഒഴിക്കാൻ അമ്മയെ കൊണ്ടുപോയി 4 ദിവസം നോക്കുന്ന കാരണമില്ലാഞ്ഞിട്ടല്ല. എന്റെ സ്ഥിതി മീനാക്ഷിക്ക് അറിയാലോ. മൂപ്പറാണെ കുടിച്ച് എല്ലാം കുടിച്ചിട്ടയക്കുന്നത്. തെറ്റെന്റെ ഭാഗത്തല്ല. എന്റെ ഈ അവസ്ഥ മീനാക്ഷിയോടുള്ള ആരോട് പറയാനാണ്? സാരമില്ലാന്ന്, ഒക്കെ ശരിയാവും. അല്ലെ, ഇതൊന്ന് ടീച്ചർക്ക് കൊടുക്കോ? അമ്മേ, ചായ കുടിച്ചോളി. എന്റെ മോനും എന്നെ പഠിച്ചോട്ടെ. ഓ കൊച്ചം എന്താ എന്താന്നറിയില്ല. സരണീച്ചേ, ഇതൊന്ന് തുടക്കി വെള്ളം. എന്താ എനിക്ക് എന്നോട് സ്നേഹമാണ്. പിന്നല്ലാണ്ട് എന്റെ മോള് ഞങ്ങൾ കൊന്നു തരോ? ടീച്ചറെ, എന്തിനാ ടീച്ചർ ഇങ്ങനെയൊക്കെ? ടീച്ചർക്ക് എന്താ പറ്റിയ? മോക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇല്ലാണ്ടോ? എന്റെ മോൾ എന്നെ ഒന്ന് കൊന്നു തരോ? ടീച്ചറെ, എന്തൊക്കെയാ പറയുന്നത് ടീച്ചർ? നീ ജീവിക്കണം മോളെ.
അതിനാണ് എന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഓൽക്കുണ്ട് 2 കുട്ടികള്. ഓളെ ആലോചിച്ച് നിൽക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. വേണം, ചെയ്യണം, ചെയ്തേ പറ്റൂ. ടീച്ചറെ, കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കാനായോ? ഓ, സമയായി. എന്തിനാ കരയുന്നേ മോളെ? ഒന്നുമില്ല. മീനാക്ഷിയേ, മതി. ടീച്ചറെ, ഇതെന്തൊരു കടത്തായത്? കുളിക്കൊന്നും വേണ്ടേ? ഹായ് ടീച്ചറെ. ടീച്ചറെ, ഇല്ല ടീച്ചറെ, മോളെ അച്ഛമ്മ വിട്ടുപോയി. മീനാക്ഷി, ഓടി വാ. പോയി. അച്ഛമ്മ
പറ്റി മക്കളെയൊക്കെ അറിയിച്ചോ? സരോജിനിയെ ടീച്ചർ ഇപ്പോഴൊന്നും മരിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതെങ്ങനെയാ? അച്ഛനെ അമ്മേനെ മക്കൾ ഓരിട്ടെടുത്ത് ടീച്ചറും മരിച്ച് മാഷും മരിച്ച്. എന്താ സുശീലെ വയസ്സായ നമ്മളൊക്കെ ഗതിയാ. അല്ലടോ, ആ ബീനേന്റെ മോനെ കൊണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ടല്ലോ. സുശീലെ വേണ്ടാത്തന പറയാണ്ട് ആ ചായ എടുത്തിട്ട് പുറത്ത് വന്നു ഞാൻ കൊണ്ടുപോകാം. കുഞ്ഞെന്തേ വായി നോക്കിക്കുന്നത്? ആ സാമ്പാറിന്റെ കഷ്ണമൊക്കെ എടുത്ത് മുറിച്ചത് ഇന്ന് തീർപ്പാൻ ആൾക്കാരുടെ 10-100 കൊടുക്കേണ്ട സാധനം. സാമ്പാറിന്റെ കഷ്ണൊക്കെ എപ്പോ നുറുക്കിട്ട് വെച്ച തേങ്ങ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നാ പോയിട്ടേ ഒരു 10 തേങ്ങ പൊട്ടിച്ചങ്ങട്ടെ. പൊടി. മീനാക്ഷി എനക്കെന്താ പറ്റിയേ? നീ കൊറേ ദിവസമായാലും തുടങ്ങിയിട്ട് എനക്കെന്റെ കരച്ച് നിർത്താനായിട്ടില്ലേ? ഇതെനി വീണ്ടി പോവരുത്. ഇതിവിടെ നിർത്തിക്കൊള്ളണം. പോയി എന്തോ പണിയെടുക്കും. പോയിക്കോ. മോനെ മനു, അടുക്കളയിലുണ്ട്. മോളെ മീനാക്ഷി ഇങ്ങോട്ട് വരൂ. ഓലപ്പുരം ഇങ്ങോട്ട് വന്നാൽ മതിട്ടോ. എങ്ങോട്ടാ മീനാക്കിയെ തിരക്കിട്ടോടുന്നത്? മാഷും ടീച്ചർ മോളിന്ന് ആണ് ഒറ്റയ്ക്കാണേ. ഓലെന്റെ കുഞ്ഞാനെ മീനാനെ കൊണ്ടുവച്ചാക്കിയിട്ടുണ്ട്. മാഷ് ടീച്ചറെ കൂടി. ബീനേച്ചാടുണ്ടോ? ഓളെ എവിടെയാ പോയതാ? പിന്നെ ആടെയാണല്ലേ? അടയാ കുട്ടം കണ്ട ചക്കനാള്. പഠിച്ചോനെ വിളങ്ങോട്ടായി ഇവിടുന്ന്. ഇതൊക്കെയായിരുന്നു ബുക്ക. അയ്യോ എന്താ മോളെ? എന്താ 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 കാര്യം പറ. എന്താ മോളെ ചെയ്തത്? മീനാക്ഷി ഞാൻ ഇനി ജീവിക്കണ്ട.
താമസം? പെങ്ങളും ഭർത്താവും മോനാണ് സാറേ ഇവിടെ താമസിക്കുന്നത്. അമ്മ മരിച്ചതിന് ശേഷം പെങ്ങൾക്ക് എഴുതി കൊടുത്താൽ വീട്. ഈ മീനാക്ഷി ആരായി വീട്ടില്? മീനാക്ഷി അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയൊക്കെ. അമ്മ മരിച്ചതിന് ശേഷം മീനാക്ഷി എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. മീനാക്ഷി ഇന്ന് വരാത്തതിൻ്റെ പേരിൽ ഞാൻ പെങ്ങളെടുത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു സാർ. മോളെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു. നിങ്ങൾക്ക് എന്താ ജോലി? ഞാനും ഭാര്യ ഇവിടെ അടുത്ത സ്കൂളിൽ ടീച്ചർ മാസ്റ്റർ. സംഭവം അറിഞ്ഞതിന് ശേഷം വിളിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങളുടെ മകൾ ഇവിടെ തന്നെയായിരുന്നു? അതെ സാർ, ഞാൻ രാവിലെ ഇവിടെ ആക്കിയിട്ട് പോയതാണ്. എന്താണ് സംഭവിച്ചത്? മീനാക്ഷി സാറേ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ കയറി വരുമ്പോ മീനാക്ഷി എന്റെ മോനെ കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. സംഭവം നടക്കുമ്പോ ഇവിടെ ആർക്കല്ല? ഇവിടെ ആരുമില്ല, അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്ത് പോയിട്ട് കയറി വരുമ്പോ അവനെ കൊല്ലുന്നത് ഞാൻ കണ്ടതാ മീനാക്ഷി. സംഭവം നടക്കുമ്പോ മോളിവിടെ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? രാവിലെ അച്ഛനും അമ്മേനെ ഇവിടെ കൊണ്ടാക്കിട്ട് പോയതാ. എന്നിട്ട് ഏട്ടന് ഇവിടെ ഉണ്ടായിരുന്നു, വേറെ ആരുടെയും. ഏട്ടൻ മോളെ എന്താ ചെയ്തോ? ഏട്ടൻ ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ പിന്നെ ആരെയാ മോളെ ചെയ്ത്? മീനാക്ഷിയാണോ? പിന്നെ ആരാ? മോള് പറ. ഞാൻ ആരോടും പറയണോ? മോള് പറ. മോക്കറിയില്ല? ശരി ശരി ആ. എണീക്കാൻ. ഞാൻ കൊന്നില്ല. അതൊക്കെ പിന്നെ പറയാം. എണീക്കാൻ. ഓടി ഓടി. സത്യം പറയ്. നീ എത്ര കൊന്നത്? ഞാൻ കൊന്നില്ല പറഞ്ഞില്ലേ? പിന്നെ ആരാവുന്നത്? ആ തെളിയിക്കണ്ട നിങ്ങളാ. നിന്നെ കൊണ്ട് ഞാൻ തെളിയിക്കും. ഒന്ന് ചോദിക്കാശ. വെള്ളം കുടി. വേണ്ട. വെള്ളം കുടിക്കേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വെള്ളം കുടിക്കടി. മീനാക്ഷി, കൊന്നത് നീ അല്ലെങ്കിൽ മുറിച്ചതല്ല. എന്തിനു? നീതിക്ക് വേണ്ടി. നീതിക്ക് വേണ്ടി. നീതിക്ക് വേണ്ടി ഞാൻ ചെയ്തത്.